ആന്തരിക വേദനകൾ, തലവേദന, കഴുത്തുവേദന, വയറുവേദന ഒക്കെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. പണ്ട് ഞാനടക്കം സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾ പറയുമ്പോഴല്ലാതെ സാധാരണഗതിയിൽ ആ വേദനകൾ അവിശ്വസിക്കൽ പതിവുള്ളതല്ല. അതുകൊണ്ട് ആരോഗ്യമന്ത്രി നാടകം കളിക്കുന്നു, മികച്ച അഭിനേത്രിക്കുള്ള അടുത്ത വർഷത്തെ സംസ്ഥാന പുരസ്കാരം മന്ത്രിക്ക് കൊടുക്കണം തുടങ്ങിയ പരിഹാസങ്ങൾ രാഷ്ട്രീയമല്ല. അന്ന് നിയമസഭയിൽ കെ രമയുടെ കൈയൊടിഞ്ഞത് കള്ളക്കഥയാണെന്ന് പറഞ്ഞ എമ്പതിയില്ലായ്മയുടെ തുടർച്ചയാണത്, ശരിയല്ല. കഴുത്തുവേദനയ്ക്ക് 3 നാൾ നീണ്ട ICU വാസത്തിനൊടുവിൽ അസാധാരണമായ ആംബുലൻസ് അല്ലാതെ ആശുപത്രി വിട്ട് ഏതോ ആയുർവേദ ചികിത്സയിലാണ്. ആ വേദനകൾ മാറി. ആരോഗ്യമന്ത്രി ആരോഗ്യം വീണ്ടെടുക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ, ടേക്ക് കെയർ പ്രിയപ്പെട്ട വീണ ജോർജ്. ആ 40 പോലീസുകാർക്കിടയിലെ 4 വിദ്യാർത്ഥികളുടെ കരിങ്കൊടി പ്രതിഷേധമോ വീണ ജോർജിന്റെ കഴുത്തുവേദനയോ അല്ല പ്രശ്നം. കല്ലെടുത്തെറിഞ്ഞ് നെറ്റിപൊട്ടി ചോരയൊഴുകി അതിന് മാപ്പ് കൊടുത്തൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ എത്ര വരെയാകാം പ്രതിഷേധങ്ങൾ എന്ന അക്കാദമിക് ചർച്ചകൾക്കപ്പുറം ഏതോ PR ബുദ്ധി പറഞ്ഞു കൊടുത്തപോലെ വീണ് കിട്ടിയ അവസരം അങ്ങേയറ്റം അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തെ ആകെ മൊത്തം മണ്ടന്മാരാക്കാൻ നോക്കിയ അധികാരവർഗ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ് മ്ലേച്ഛം, ഗീബൽസിന് പഠിക്കലാണ്. നേരത്തെയും പറഞ്ഞാണ്, അധികാരത്തിന് ഒറ്റ ഭാഷ, കേന്ദ്രാധികാരത്തിനെതിരെ സമരം ചെയ്യുന്നവർ, മാവോയിസ്റ്റുകൾ, അർബൻ നക്സലുകൾ, മാധ്യമങ്ങൾ, പ്രസ്റ്റിറ്റ്യൂട്ട്സ്